എത്രയോ വേളകളിൽ നാം കണ്ടിട്ടുണ്ട് നെയ്മർക്ക് വേണ്ടി കൈകൾ ഉയർത്തി മുന്നോട്ട് വരുന്ന മെസ്സിയെ, മെസ്സിക്ക് വേണ്ടി തല്ലാൻ പോലും ഉറപ്പിച്ചു വരുന്ന നെയ്മറിനെ. അന്നൊരിക്കൽ യുവന്റസിനെതിരെ കളിക്കുമ്പോൾ മെസ്സിയെ അനാവശ്യമായി ഇടിച്ചിട്ട ഡിഫൻഡർക്ക് നേരെ നെയ്മർ ഓടിച്ചെന്ന് അവനെ കുത്തിവീഴ്ത്തിയ നിമിഷം ആരാണ് മറക്കുക? കൂടാതെ എതിർ ടീം ആരാധകർ എറിഞ്ഞ എന്തോ കൊണ്ട് നിലത്ത് കിടന്ന നെയ്മർക്ക് വേണ്ടി ആരാധകർക്ക് മുന്നിൽ നിന്ന് ഉച്ചത്തിൽ അലറി വിളിച്ച മെസ്സിയെ നിങ്ങൾക്ക് എങ്ങനെയാണ് മറക്കാൻ സാധിക്കുക? അതെ, അവർ ഒന്നാണ്. MSN ത്രയത്തിലെ ഒഴുകിച്ചേർന്ന രണ്ട് ഇരുമ്പ് കണ്ടു. അവർ തമ്മിലുള്ള ഈ അടുപ്പം ഇനിയും തിരിച്ചറിയണമെങ്കിൽ നെയ്മർ വാഴ്ത്തുവിട്ടതിനു ശേഷമുള്ള മെസ്സിയുടെ ചില വാക്കുകൾ തന്നെ അതിൽ ധാരാളമായി. ഒരു ഇന്റർവ്യൂവിനിടെ നെയ്മറിനോട് ഒരാൾ ഇങ്ങനെ ചോദിച്ചു, മെസ്സി ഇപ്പോഴും നിങ്ങളുടെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നില്ലേ? ഞങ്ങൾക്കും അത്തരമൊന്ന് പ്രതീക്ഷിക്കാമോ? അതിനുത്തരം കിട്ടുന്നതിന് മുന്നേ അവിടെ കണ്ണുനീർ പടർന്നു തുടങ്ങി. എനിക്കും ആഗ്രഹമുണ്ട്, എന്നാൽ അതത്ര എളുപ്പമല്ല. എങ്ങനെയോ വിങ്ങിപ്പൊട്ടിയ മനസ്സിന് മുകളിൽ നിന്നും അയാൾ പലതും പറഞ്ഞൊപ്പിച്ചു. വീണ്ടും പറഞ്ഞു തുടങ്ങിയ അയാൾക്ക് കരച്ചിലടക്കാനായില്ല. എന്നെ ഇങ്ങനെയാക്കി തീർത്തത് മെസ്സിയാണ്. എന്റെ ഏറ്റവും മോശം സമയത്ത് അദ്ദേഹം മാത്രമേ എനിക്ക് ഒപ്പമുണ്ടായിരുന്നുള്ളൂ. എന്നെ അവൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്റെ മികച്ച സുഹൃത്ത് തന്നെയാണ്. അത് എന്നും അങ്ങനെ തന്നെയായിരിക്കും. രണ്ടു ടീമുകളിലായിരിക്കാം, രണ്ടു രാജ്യങ്ങളിലായിരിക്കാം, എന്നാൽ ഫൈനലിന്റെ വേളയിൽ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന മെസ്സിയുടെയും നെയ്മറിന്റെയും ചിത്രം പതിഞ്ഞ ക്യാമറ കണ്ണുകൾ ഉറപ്പിച്ചത് ഒന്നായിരുന്നു. അവിടെ വിജയിച്ചത് അർജന്റീനയോ ബ്രസീലോ അല്ലായിരുന്നു, മറിച്ച് എല്ലാ അതിർവരമ്പുകളും ഭേദിച്ച് പറന്നൊഴുകുന്ന കാൽപന്ത് ലോകം തന്നെയായിരുന്നു.